ഹായ് ഇന്നിതാ ചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ അപ്പൂസ് തോന്നും കൂടി ഏട്ടന്മാരെ പിടിച്ചു വലിച്ച് മീൻ കാണിച്ചെടുക്കാൻ വേണ്ടി കൊണ്ട് കേട്ടോ. അപ്പോൾ കുറേ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്കും കാണാമെന്നാണ് ചേച്ചിയും പോയി. ചേച്ചിയാണെങ്കിൽ പോയപ്പോൾ മുറ്റത്തൊക്കെ ആകെ ചളി പിള്ളിയിൽ കിടക്കാൻ മഴ ചെയ്തിട്ട്. അപ്പോൾ ചേച്ചി കാലൊക്കെ കഴുകി ഒന്നുകൂടി കയറി അവിടെ ഇരിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഏട്ടൻ വന്ന് അവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ എന്താ പറയുക വണ്ടിയിൽ ആളുണ്ട്, പിന്നെ വണ്ടി ആർക്കോ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ പോയി കാണാം, ആങ്ങളേനെ കണ്ടിട്ട് കുറേ ആയി പറഞ്ഞു. അപ്പോൾ ആങ്ങളേനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വഴിക്ക് പോകും കേട്ടോ. അപ്പോൾ എന്താ പറയുക വണ്ടി അവിടെ തിരിച്ചിടാനും സ്ഥലമില്ല. പിന്നെ എന്താ പറയുക ആരോ വണ്ടിയാണ്, അപ്പോൾ അയാളവിടെ കാത്തിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയാണ് പോകണം. അപ്പോൾ ചേച്ചിയും മക്കളും വന്നെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ അങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ അങ്ങനെ അവർ നിന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പം ഞാൻ അവർ നിന്ന് വർത്താനം പറയുന്നത് വീഡിയോ എടുത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ആ തോട്ടിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് ചേച്ചിയുടെ ചെറിയ മോനാണെങ്കിൽ മോൻ കാണിക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. ഓന് കുറേ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ ഓന് ഇഷ്ടമല്ല. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മോനവിടെ നിന്ന് എന്താ പറയുക എന്തൊക്കെ കോമഡികളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആയിക്കോട്ടെ എൻ്റെ മുഖം ഞാൻ ഒരു ദിവസം കാണിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു അമ്മ വയ്യാതെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കാണുമ്പോൾ ചേച്ചി അവിടെ കയറി. അപ്പോൾ ഇനി ഇവർക്ക് ചായ കൊടുക്കട്ടെ. അപ്പോൾ ചായയും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക കൊടുക്കാൻ തന്നപ്പോഴാണ് ഏട്ടനവിടെ ഒന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ആ ചേച്ചി കൊടുക്കുന്ന മിച്ചറുണ്ടായിരുന്നു. ഇവിടെ സാധനങ്ങൾ ബേക്കറികളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. മക്കളുള്ളടത്ത് പിന്നെ ബേക്കറികളൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ടി വി കണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അവർ കൊടുന്ന മിച്ചർ അവർക്ക് തന്നെ പാത്രത്തിലാക്കിയിട്ട് കൊടുത്തു. പിന്നെ ചായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കട്ടൻ ചായയും മിച്ചറും കൊടുത്തു. പിന്നെ അതാ അമ്മ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി നിൽക്കുന്നത് ചേച്ചിയുടെ കൂടെ പോകാനാട്ടോ. അപ്പോൾ ചേച്ചി അമ്മേനെ കൊണ്ടുപോകാനായിട്ടോ വന്നത്. അപ്പോൾ 2 ദിവസം അമ്മയ്ക്ക് അവിടേക്ക് പോയി നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അമ്മ അതാ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഒരുങ്ങി തുടങ്ങിയപ്പോൾ തന്നെ അമ്പാടി തുടങ്ങിട്ടോ. ഞാനും പോരുന്നുണ്ട്. ഇതേപോലെ തന്നെ കേട്ടോ അച്ഛനും അമ്മയും വന്ന സമയത്തും അമ്പാടിക്ക് പോകണം എന്ന് അറിയുന്നു കേട്ടോ. പിന്നെ കോനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ, എന്താ പറയുക ഇവിടെ അടുത്തൊക്കെയാണെങ്കിൽ നമുക്ക് പോയി കൊണ്ടുപോകാൻ. ഇതിപ്പോൾ കുളത്തൂരും ഒക്കെ അല്ലേ, എത്ര ദൂരമുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് എത്ര ദൂരമുണ്ട് അറിയോ. അപ്പോൾ ഒന്ന് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടും മണ്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ചുകൂടി കൂടെ ആവട്ടെ എന്ന് വെച്ചു. നാളെ അമ്മയും അച്ഛനും വന്നപ്പോൾ അതേപോലെ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടുപോകണ്ടായിരുന്നു. അവർക്ക് കൊണ്ടുപോകാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പാടി പിന്നെ പന്തൊക്കെ എടുത്ത് നിന്നാ ഏട്ടന്മാരെ കൂടെ പന്ത് കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഓൻ ആരെങ്കിലും പന്ത് കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അമ്പാടി പിന്നെ അപ്പോൾ കളിച്ചോണ്ടിരിക്കും. ഏട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാട്ടോ ഓന്. അപ്പോൾ അങ്ങനെ ഒരു പോകാൻ വേണ്ടി അപ്പൊ പാലെടുക്കടാ ശരത്ത് സന്ധിക്കും ഇപ്പം പറയുന്നില്ല എന്നോട് തിരിഞ്ഞിട്ട്. ആ മുട്ടായി കഴിഞ്ഞൂലേ ഇനി വൈകുന്നേരം ഇരിക്കണ്ട അവിടെ. അത് റോട്ടിന്റെ നടുവിൽ അവിടെ വെക്കുന്നത് അത്ര അരൂര്. ഞാനേ ശരത്തിന്റെ ഫോണിക്കേ ഇടണ്ട് അത് ഉണ്ടാക്കണത് എങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വേണ്ടേ. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ട് ചെയ്യാന്നും ഫോട്ടോകൾ വെച്ചിട്ട് ചെയ്യാം. എന്താ പറയുക അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ഇത് കൊടുത്താൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓർഡറുകൾ കിട്ടിയാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ചെരുപ്പ് പൊട്ടും എടാ ഇങ്ങനെ ആത്തി കയറിട്ടോ. നിങ്ങൾ ഇഞ്ഞു മഴ കൊണ്ടിട്ട് സഞ്ചി കൊടുത്തിട്ടില്ലേ. ഞാനെപ്പോഴും കൊട കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങനെ ചൂടി നിക്ക. കുട്ടി ഇറങ്ങേ പോരെ.
അപ്പോൾ അവരൊക്കെ തിരിച്ച് പോയിട്ടോ പോയി ഞങ്ങളിതാ തിരിച്ച് പോയിരുന്നു. അപ്പോൾ മഴ ഇങ്ങനെ ചാറുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിനുള്ളിലേക്ക് ഓടി കയറാൻ വേണ്ടി നോക്കി. അപ്പോൾ അമ്പാടി തോട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കി കേട്ടോ. അപ്പോൾ ഞാൻ ചീത്ത പറയുമ്പോൾ വേഗം ഓടിയിട്ട് അകത്തേക്ക്. അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കുടിക്കട്ടെ കേട്ടോ. ഇതെന്താ ചോറ് ഇങ്ങനെ സോനട്ടൻ്റെ ഒരു കോമഡി കേട്ടോ. ഞാൻ പ്ലേറ്റിൽ എല്ലാവർക്കും കൂടി മിച്ചർ കൊടുന്ന് പോലെ ഒന്നിച്ച് വാഴ്ത്തുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോറാ തിന്നു വെച്ചപ്പോൾ അപ്പോൾ സോനട്ടൻ പറയാം എന്താ കഞ്ഞിയാണ് കുടിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കോമഡികളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചൂട് ചായയും മിച്ചറൊക്കെ കഴിച്ചിട്ട് നല്ല രസം തന്നെ ഉമ്മർത്തിരുന്ന മഴയും കണ്ട് ഇങ്ങനെ ഒന്ന് ചാടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആരൊക്കെ ചെയ്തതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. നല്ല വീഡിയോ രസമുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.